ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. ചോദ്യപേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ട്, ശരിയായത് സെലക്ട് ചെയ്യണം. ഓപ്ഷൻ ഉള്ളപ്പോൾ എല്ലാം ശരിയെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ എല്ലാം ശരിയല്ല. ഏതോ ഒന്ന് മാത്രമാണ് കൃത്യമായ ശരി. അത് നമ്മൾക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യത്തെ ചൂസ് ചെയ്യണം. അതേ ഉള്ളൂ ഓപ്ഷൻ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത്രത്തോളം ചിന്തിച്ച് ഓർത്തെടുത്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ശരിയായ ഉത്തരത്തിനുള്ള ഒരു മാനദണ്ഡം. ഇന്നത്തെ ഗോസ്പലിൽ യേശു ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യനുള്ള ഉത്തരം പറയുകയാണ്. യേശു പറയും, നിങ്ങൾക്ക് രണ്ടിനെ ഒരുപോലെ സ്വീകരിക്കാനൊന്നും പറ്റില്ല. ഒരു സേവകന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റാത്തതുപോലെ ഏതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾ ഒരുവനെ ദ്വേഷിക്കണം, അവരെ സ്നേഹിക്കണം, അതല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കണം, അവനെ നിന്ദിക്കണം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്കുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് രണ്ടിനെയും സ്വീകരിക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. ഒരു വികാരി അച്ഛൻ സെൻറ്റ് ജോർജിൻ്റെ പള്ളിയിൽ തിരുനാൾ നടക്കുകയാണ്. ഒത്തിരി ജനക്കൂട്ടമുണ്ട്. അനേകം വിശ്വാസികൾ ഗീവർഗീസ് പുണ്യവാളൻ്റെ രൂപത്തിൽ വന്ന് തൊട്ടുമുത്തുന്നത് കാണുന്നുണ്ട്. അച്ഛൻ നോക്കി നിൽക്കുമ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി ഗീവർഗീസ് പുണ്യവാളൻ്റെ രൂപത്തെയും തൊട്ടുമുത്തുകയാണ്, താഴെ കിടക്കുന്ന ആ പാമ്പിനെയും തൊട്ടുമുത്തുകയാണ്. അച്ഛൻ അത്ഭുതം തോന്നി. അമ്മച്ചിയോട് കാര്യം ചോദിച്ചപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത്, അച്ഛാ, ആരാണ് എപ്പോഴാണ് രക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പുണ്യവാളനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് പിശാചെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വന്ന് രക്ഷിച്ചാലോ. ഇതൊരു തമാശ കഥയാണ്, പക്ഷേ തമാശയല്ല. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ ആഴമില്ലാത്ത ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ ജീവിതാവസ്ഥയിൽ നമ്മളെത്തും. അവരല്ലെങ്കിൽ ഇവരിയ്ക്കട്ടെ, എന്തിനാ അത്രത്തോളം ആഴ്ന്നിറങ്ങുന്നത്? ആരാണ് ഏത് സമയത്താണ് രക്ഷിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ചിന്ത ഉണ്ടാകരുതെന്ന് ദ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തിലാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ ആഴമായിട്ട് നിൽക്കണം. അതിനപ്പുറത്തേക്കൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതാണ് ദ ഗോസ്പൽ. ദർ ഇസ് നോ സെക്കൻഡ് ഓപ്ഷൻ. ഒന്ന് അത് മാത്രമേ ഉള്ളൂ. ചൂസ് ചെയ്യുമ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ചൂസ് ചെയ്തുകൊള്ളണം. ഇപ്പോൾ കുടുംബജീവിതം ജീവിക്കുന്നവരൊക്കെ ഒരു നിമിഷം ഓർക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കിട്ടിയ ഒരു കുടുംബജീവിതമാണ്. എത്രയോ പുരുഷന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു, എന്നിട്ടും ഈ മനുഷ്യൻ തന്നെ നിങ്ങളുടെ ഭർത്താവായി വന്നെങ്കിൽ അതൊരു ചൂസിങ് അല്ലേ? അതുപോലെ തന്നെയാണ് എത്രയോ സ്ത്രീകൾ ഈ ഭൂമിയിലുണ്ടായിട്ട് ആരോ ഒരാൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയോ വകയിൽ ചൂസ് ചെയ്യപ്പെട്ടതല്ലേ? എല്ലാ കാര്യങ്ങളും ചൂസിങ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്നാൽ ചൂസ് ചെയ്യപ്പെടാത്ത ചില ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളെ നമ്മളാരും ചൂസ് ചെയ്തതല്ല, മക്കളെ നമ്മളാരും ചൂസ് ചെയ്തതല്ല. ഇങ്ങനെ ചൂസ് ചെയ്യപ്പെടാവുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നമുക്ക് ഓപ്ഷൻ ഇനി അപ്പുറത്തേക്കില്ല. ഇനി ചൂസ് ചെയ്യപ്പെടാതെ കിട്ടിയ ചില ബന്ധങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ ചൂസിങ് ആണ്. അതിന് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. എല്ലാത്തിലും നിർവൃതിയോടെ സന്തോഷത്തോടെ അതിനെ സ്നേഹിച്ച് അതിനെ ആദരിച്ച് അതിൽ ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ് ദ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഓപ്ഷനിൽ കൂടുതൽ നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ദ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്തിലാണ് നമ്മുടെയൊക്കെ ഹൃദയമെന്ന് കുറച്ചും കൂടി ആഴമായി ചിന്തിക്കണം. ആഴമായി ഇറങ്ങുന്ന സ്നേഹത്തിന് ആഴമായി കുറച്ചും കൂടി ജീവിക്കാനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നും എന്നെ മറക്കണേ, നിൻ